വി.എസ്. അച്യുതാനന്ദനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെങ്കിൽ ഞാനത് വിവാദത്തിലേക്ക് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. 150 ദിവസം സമരം ചെയ്യാൻ ആശാവർക്കർമാർക്ക് വേണ്ടി വരില്ലായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വി.എസ്. ആയിരുന്നെങ്കിൽ. അത് സത്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് ഞാനിവിടെ തെന്നല സാറിന് വരാൻ വേണ്ടി പോയി. പക്ഷേ പ്രസിഡൻ്റായപ്പോൾ അതിൻ്റെ ആ കസേരയുടെ ഔന്നത്യം ഇതുപോലെ കാത്തുസൂക്ഷിച്ച കാലഘട്ടം നമുക്ക് അനുസ്മരിക്കാൻ കഴിയുന്നു. അദ്ദേഹം ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുണ്ട്, DCC പ്രസിഡൻ്റായിട്ടുണ്ട്, PCC പ്രസിഡൻ്റായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണം മാത്രമായിരുന്നു അവർ തീരുമാനിച്ചത്. പിന്നീടാണ് ഇത് രണ്ടും ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അവരുടെ 3 പേരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കാണിച്ചായിട്ട് വി.എസിൻ്റെ ഞാൻ പുറത്ത് പറഞ്ഞായിരുന്നു. വി.എസിൻ്റെ സത്യത്തിൽ ഇതും നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആകാംക്ഷ കേരളമൊട്ടാകെ നോക്കുമായിരുന്നു. വി.എസിൻ്റെ ആരോഗ്യനില ഇങ്ങനെ ഞാൻ നേരിട്ട് പോയി ആശുപത്രി കണ്ടിരുന്നു, കിംസ് ആശുപത്രിയിൽ. മകനോട് സംസാരിച്ചപ്പോൾ അപ്പോഴും അവരുടെ ഒരു ഫൈറ്റിംഗ് മൂഡായിരുന്നല്ലോ വി.എസിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അത് അവസാന നിമിഷം വരെ അദ്ദേഹം കീപ്പ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങണ്ട, മരണത്തിനായാലും അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങാൻ തയ്യാറല്ല. ഞാൻ വി.എസിനെ ഓർമ്മിക്കുന്നത് ഞാൻ ചില മാധ്യമങ്ങളോട് ഷെയർ ചെയ്യുണ്ടായി. ഞാൻ ടൂറിസം മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽ, ടൂറിസവും ദേവസ്വവും കൈകാര്യം. അപ്പോഴാണ് ഏറ്റവും വിവാദമായിട്ടുള്ള കോവളം കൊട്ടാരം പ്രശ്നം കേരളത്തിൽ. അദ്ദേഹം നിയമസഭയിൽ വെല്ലുവിളിച്ചു ഉമ്മൻചാണ്ടിയെ. അന്ന് ഇത് മുതലാളിമാർക്ക് വേണ്ടിയിട്ട് വെക്കാൻ കൊടുക്കുകയാണ് സ്ഥലം മുഴുവൻ. കേന്ദ്ര സർക്കാർ വന്ന്, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരായിരുന്നു അന്ന്, കേന്ദ്ര സർക്കാരും കൊടുത്തു, പിന്നീട് കേരള സർക്കാരും ഇത് ചെയ്യുകയാണ്. നമ്മുടെ പൊതുസ്വത്ത് ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്നതിന് വലിയ ആരോപണ ശരങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ പോരാട്ടം. മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ ഇത്രയും വലിയ പോരാട്ടം. അപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയെക്കാലത്ത് വളരെ നിലപാടെടുത്ത് നിൽക്കുന്ന കാലമായിരുന്നു. കോവളം കൊട്ടാരം സംരക്ഷിച്ചേ മതിയാകും എന്നുള്ള നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മൊത്തത്തിൽ. ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ ആ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വി.എസ്. അപ്പോൾ വി.എസ്. പറഞ്ഞു, ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിയായ കാര്യമല്ല, ഇത് നേരായ ദിശയിലേക്കല്ല, എനിക്കിത് ബോധ്യമില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, വി.എസിനെ ബോധ്യപ്പെടുത്താമല്ലോ ഞങ്ങൾ. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, വി.എസ്. വരട്ടെ, ഞാനും കൂടെ പൊക്കോളാം, എന്താണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ അദ്ദേഹവും തന്നൊരു തീയതി അനുസരിച്ച് മന്ത്രി എന്നതിൽ ഞാനും അദ്ദേഹവും കൂടെ കോവളം കൊട്ടാരം സന്ദർശിച്ചു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഓരോ കാര്യങ്ങളും, അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്നുകൊണ്ട് ഓരോ കാര്യം നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുകയായിരുന്നു. അവസാനം ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു കൊട്ടാരം ഏറ്റെടുക്കാൻ വേണ്ടി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊട്ടാരം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നു. പ്രതിപക്ഷം ആഗ്രഹിച്ച രീതിയിൽ ഇന്ന് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റുമോ എന്ന് എനിക്കറിയില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം ശരിയാണെന്ന് തോന്നിയാൽ പോലും അംഗീകരിക്കാൻ ബാധ്യതയില്ലാത്തൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് അംഗീകരിക്കുന്നത് എന്തോ കുഴപ്പമാണെന്ന് ചിന്തിക്കുന്ന കാലത്താണ്. അന്ന് വി.എസ്. പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് ഉമ്മൻചാണ്ടി ആ തീരുമാനമെടുത്തു. അതിന് മുമ്പേ തന്നെ പാർട്ടിക്കകത്തും തീരുമാനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് തോന്നുന്നു സുധാകരൻ അറിയാം ഇതുപോലെ അനുഭവം ഉണ്ടായിട്ട്. അദ്ദേഹം വനമന്ത്രിയായിരുന്ന കാലത്താണ് മതികെട്ടാൻ ഇഷ്യൂ വന്നത്. സുധാകരനും അദ്ദേഹം കൂടെ ശക്തമായിട്ട്, സുധാകരനും വി.എസിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് ആ ഇഷ്യൂവിൽ വളരെ ശക്തമായ നിലപാടെടുക്കുകയായിരുന്നു അന്ന് ചെയ്യുന്നത്. അപ്പോൾ പാരിസ്ഥിതിക വിഷയങ്ങൾ, പൊതുസാമാന്യ വിഷയങ്ങളിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ഉറച്ച നിലപാടെടുക്കാനും വി.എസിന് കഴിയുമായിരുന്നു. ചിലപ്പോൾ അത് പാർട്ടി താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ലായിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. നമുക്ക് അതൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ കൂടുതലാക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നിശ്ചയപരമായ നിലപാടുകൾ കേരള സമൂഹത്തിൽ ചർച്ചയായതാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, സമൂഹത്തിലെ മറ്റു പല ആളുകളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ, ഇപ്പോൾ എൻഡോസൾഫാൻ പോലെയുള്ള ഈ വിഷയങ്ങൾ വന്നപ്പോൾ ഉറപ്പാണ്, എനിക്ക് ഉറപ്പുണ്ട് വി.എസ്. അച്യുതാനന്ദനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെങ്കിൽ ഞാനത് വിവാദത്തിലേക്ക് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. 150 ദിവസം സമരം ചെയ്യാൻ ആശാവർക്കർമാർക്ക് വേണ്ടി വരില്ലായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വി.എസ്. ആയിരുന്നെങ്കിൽ എന്ന് തോന്നിക്കത്തക്കവണ്ണമാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യഗന്ധിയായിട്ടുള്ള ഇടപെടലുകൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വിനീതനായ ഞാൻ. അതുകൊണ്ട് വി.എസിൻ്റെ ഈ ഒരു വിയോഗം നമ്മുടെ പൊതുജീവിതത്തിൽ ഒരു ശൂന്യത നൽകിയിരിക്കുന്നു എന്നുള്ളത്, വി.എസ്. ഇല്ലാത്ത ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടാക്കുന്നത് ശൂന്യത തന്നെയാണ്. അത് നികത്താൻ വരും ദിവസങ്ങളിൽ
ആളുകൾ വരും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് വ്യക്തമായ വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദയവില്ലാതെ ഞങ്ങളെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു ദയവില്ലാതെ പിന്നെ പാർട്ടിയെയും അതുപോലെ ഐക്യമുന്നണിയെയും നേതാക്കന്മാരെയും ഉമ്മൻചാണ്ടിയെയൊക്കെ തന്നെ അദ്ദേഹം വിമർശിക്കുന്ന ശൈലി കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തുമ്പോഴും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിച്ചു.